ഇനിയും പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകളാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൽബർട്ടോ റോഡ്രിഗസുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റാണ്. അതായത് ആൽബർട്ടോ റോഡ്രിഗസിൻ്റെ കോൺട്രാക്റ്റ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് മൾട്ടി ഇയർ കോൺട്രാക്റ്റ് അദ്ദേഹവുമായിട്ട് സൈൻ ചെയ്യാനാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തീരുമാനിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും മോഹൻ ബഗാൻ ജേഴ്സിയിൽ ഇനിയും നമുക്ക് ഒരു 1-2 വർഷം കൂടി ആൽബർട്ടോ റോഡ്രിഗസിനെ കാണാൻ സാധിക്കും എന്ന് തന്നെ പറയണം. സോ എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ് മോഹൻ ബഗാനെ സംബന്ധിച്ച്. കാരണം നല്ലൊരു ലീഡറാണ്, നല്ലൊരു ഡിഫൻഡറാണ്, ഒരു ടീം പ്ലെയറാണ്. സോ അങ്ങനെ ഒരു പ്ലെയറിന് വളരെയധികം ആവശ്യമാണ് ഒരു ടീമിന്. സോ എന്തായാലും നല്ല കാര്യം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗ്രെഗ് സ്റ്റുവർട്ടുമായിട്ട് വന്ന പുള്ളിക്ക് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗ്രെഗ് സ്റ്റുവർട്ട് ഈ ഒരു സീസണോടെ എന്താ പറയുക മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിടാൻ പോവുകയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒവൻ കോയൽ ഗ്രെഗ് സ്റ്റുവർട്ടിനെ സ്വന്തമാക്കാൻ ഇൻക്വയറി നടത്തി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ചെന്നൈ FC-യിലേക്ക് എത്തിക്കാൻ ഇൻക്വയറി നടത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടെ ഗ്രെഗ് സ്റ്റുവർട്ടിനെ സ്വന്തമാക്കാൻ? കാരണം അദ്ദേഹം എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കിരീടം നേടുന്നൊരു പ്ലെയറാണ് അദ്ദേഹം. സോ ഉറപ്പായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കേണ്ട ഒരു താരം തന്നെയാണ് ഗ്രെഗ് സ്റ്റുവർട്ട്. ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അതൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയണം. സോ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത നീക്കങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീമിനകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നീക്കങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്ലെയറിനെ എടുത്തു മാറ്റുക ആണ് ചെയ്യുന്നത്. അന്ന് പരേര ഡൈസ് അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരമാണ്. അദ്ദേഹത്തെ എടുത്താൽ കളഞ്ഞിട്ട് പസ്തലോസ് ജിയനെ കൊണ്ടുവന്ന് അടുത്ത സീസൺ മൂഞ്ചി. സോ ഇതൊക്കെയുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത്. സ്വന്തം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ